ആദ്യത്തെ വണ്ടി പുറപ്പെടുന്നത് വട്ടിയൂർക്കാവ്. 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 19 കണക്കാണ് ഇപ്പൊ വളരെ സംക്ഷിപ്തമായി അതിൽ നിന്നങ്ങ് തുടങ്ങാം. കാരണം 2011 ഈ വട്ടിയൂർക്കാവ് മണ്ഡലം രൂപീകരിക്കുന്നത്. അതിനു മുമ്പ് തിരുവനന്തപുരം നോർത്ത് പറയുന്ന മണ്ഡലത്തിന്റെ ചില ഭാഗങ്ങൾ, അതിൽ ചില ഭാഗം കഴക്കൂട്ടത്തൊക്കെ പോയി. അപ്പോ ഈ മണ്ഡലം 2011 രൂപീകരിച്ചപ്പോൾ തന്നെ അത് UDF പക്ഷത്തേക്ക് ചാഞ്ഞ മണ്ഡലമാണ്. അത് കെ മുരളീധരൻ എന്നിവിടെ വിജയിച്ചു. 2016 കെ മുരളീധരൻ വിജയിച്ചു. പിന്നെ ആ ഉപതെരഞ്ഞെടുപ്പ് വടകരയിൽ മത്സരിക്കാൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രി ഇലക്ഷനിൽ തോക്കുന്ന കെ മുരളീധരനാണ്. അതിവിടെ സംഭവിക്കുമ്പോഴാണ്. ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് വടകര പോയി, വടകര മത്സരിക്കാൻ വേണ്ടി പോയി. പോയപ്പോഴത്തേക്ക് ബൈ ഇലക്ഷൻ മേയർ പ്രശാന്ത് വരുന്നു, വലിയ ഭൂരിപക്ഷം. 2021 മേയർ പ്രശാന്ത് ഭൂരിപക്ഷം പിന്നെയും ഗംഭീരമായി. ഇക്കുറി സംഭവിക്കുന്നത് അവിടെ പ്രശാന്ത്, കെ മുരളീധരൻ, ശ്രീലേഖ ഇഞ്ചോടിഞ്ചെന്ന് പറഞ്ഞ കട്ടക്കിയട്ട എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ പക്ഷേ വാസ്തവത്തിൽ അവിടെ ഒരു ത്രികോണ പോരാട്ടമുണ്ടോ? കാരണം ശ്രീലേഖയാണ് BJPയുടെ സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥിയായി വരുന്നത്. മത്സരിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് മുൻപ് അവർ തന്നെ പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഏറ്റവും അടുത്ത് നമ്മൾ ഏറ്റവും ഒടുവിൽ NDA ക്യാമ്പിൽ നിന്ന് കണ്ടൊരു ചിത്രം എന്താണ്? നരേന്ദ്രമോദി കേരളത്തിലേക്ക് വന്നൊരു വേദിയിൽ എല്ലാവരും അലപ്പിക്കപ്പെട്ട് ശ്രീലേഖ മാറി നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഗ്രൗണ്ടിൽ ഇറങ്ങി BJP പ്രവർത്തകർ പണിയെടുക്കുന്ന അസിത പറഞ്ഞ കാര്യത്തിന് മറുപടി, അതായത് അവിടെ ഒരു ത്രികോണ പോരാട്ടം ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ BJP വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ വർദ്ധിപ്പിക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് ആവട്ടെ, നേമം ആവട്ടെ, തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിൽ BJP വളരെ വളരെ എന്താണ് കൃത്യമായി ശ്രീലേഖ നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ശ്രീലേഖ വിജയിക്കും. മണ്ഡലത്തിന്റെ വിശദമായി ചർച്ച ചെയ്യുമ്പോൾ 2011 ഈ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം രൂപീകൃതമാകുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന തിരുവനന്തപുരം നോർത്ത് മണ്ഡലം വിഭജിച്ച് തിരുവനന്തപുരം നഗരസഭയിലെ ശാസ്തമംഗലം ഉൾപ്പെടെയുള്ള പല വാർഡുകളും ചേർത്ത് ഇത് ഈ പുതിയ മണ്ഡലത്തിലേക്ക് വരുന്നു, വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് വരുന്നു. നേരത്തെ ഈ തിരുവനന്തപുരം നോർത്തിന്റെ ഭാഗമായിരുന്ന ഉള്ളൂർ, കടകംപള്ളി തുടങ്ങിയ പഞ്ചായത്തുകളിലൊക്കെ അന്ന് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ആ പ്രദേശം അന്ന് പഞ്ചായത്തുകളായിരുന്ന ആ പ്രദേശമൊക്കെ കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് മാറുന്നു. ബാക്കിയുള്ള ഈ വട്ടിയൂർക്കാവ് മണ്ഡലം 2011 നിലവിൽ വന്നപ്പോൾ കെ മുരളീധരൻ 56,531 വോട്ടാണ് അന്ന് നേടിയത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ചെറിയാൻ ഫിലിപ്പായിരുന്നു. മോഹമുക്തനായ കോൺഗ്രസുകാരൻ എന്ന് EMS വിശേഷിപ്പിച്ച ആ ചെറിയാൻ ഫിലിപ്പിന് 40,364 വോട്ടാണ് ലഭിച്ചത്. മൂന്നാം സ്ഥാനം ഇപ്പോഴത്തെ തിരുവനന്തപുരം മേയർ VP രാജേഷ്. അന്ന് 13,494 വോട്ടേ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഭൂരിപക്ഷം അന്ന് കെ മുരളീധരന്റെ 16,167. 2016 അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും കെ മുരളീധരൻ 51,322 വോട്ട് നേടിയപ്പോൾ അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ ചെറിയാൻ ഫിലിപ്പായിരുന്നു രണ്ടാം സ്ഥാനത്തെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ NDA സ്ഥാനാർത്ഥിയായി 43,700 13,000 നിന്ന് PV രാജേഷ് നിന്ന് 43,700 എത്തി. TN സീമ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയി 40,441 വോട്ടുമായി. 7,622 വോട്ടിന് കെ മുരളീധരൻ ജയിക്കുന്നു. അപ്പൊ 2019 വന്നാലോ? 2019 ഈ പറഞ്ഞ പരിപാടി മാറുന്നത്. ഈ പറയുന്ന കെ മുരളീധരൻ പോകുന്നു, സാക്ഷാൽ പ്രശാന്ത്, അതുവരെ നല്ല ഗംഭീരമായ മേയർ എന്ന പേര് കേട്ട നല്ല കരിസ്മയുള്ള നേതാവായി VK പ്രശാന്ത് ഒരു മാസ് എൻട്രി അവിടെ നടത്തുന്നു. മേയർ ബ്രോ അന്ന് LDF കിട്ടുന്ന വോട്ട് 54,830 വോട്ടാണ്. കെ മോഹൻകുമാർ UDF സ്ഥാനാർത്ഥി കിട്ടുന്ന വോട്ട് എത്രയാണ്? 40,365. BJP ഇപ്പോഴത്തെ സംസ്ഥാന നേതാവ്, ഇപ്പോഴത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ വലങ്കൈ S സുരേഷ് ആണെന്ന് BJPയുടെ സ്ഥാനാർത്ഥി NDA കിട്ടുന്ന വോട്ടുകൾ 27,453. അന്നത്തെ പ്രശാന്തിന്റെ മേയർ നമ്മുടെ ബാക്കിൽ ഹെലികോപ്റ്ററിൽ വന്നൊരു ഡേറ്റ കാണുന്നുണ്ട്. നമ്മൾ ഹെലികോപ്റ്ററിൽ ഇറക്കിയിരിക്കുക. അത് ഇറക്കുന്നുണ്ട്. 2019 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഒരു വലിയ NSS നേരെ പപ്പാതി. അപ്പൊ ഇനി നമ്മൾ 2021 കണക്ക് നോക്കാം. 2021 സംഭവിക്കുന്നത് VK പ്രശാന്ത് എന്ന
മേയർ ബ്രോ വലിയ മുന്നേറ്റം നടത്തുന്നതാണ് വട്ടിയൂർക്കാവിൽ കണ്ടത്. കാരണം 2019 ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം പ്രശാന്ത് ഭൂരിപക്ഷം കൂട്ടുന്നു, അതായത് കൂടുതൽ സ്വീകാര്യനായി മാറുന്നു പ്രശാന്ത്. അവിടെ നിന്ന് 61,111 വോട്ടുകൾ വി കെ പ്രശാന്ത് 2021 നേടി. വി വി രാജേഷ് NDAയുടെ വി വി രാജേഷ് 39,596 വോട്ടുകൾ. വീണ എസ് നായരായിരുന്നു UDF സ്ഥാനാർത്ഥി 35,655 വോട്ട്. അവിടെ ഭൂരിപക്ഷം 21,515 വോട്ടായി ഉയർന്നിട്ടുണ്ട്. ഇനി ചോദ്യം ഒന്നേ ഒന്നാണ്, അതായത് മേയർ ബ്രോ എന്ന് വിളിപ്പേരുള്ള പ്രശാന്ത് അവിടുത്തെ വോട്ടർമാരോട് പറയുന്നത് ഇവിടെ പരമാവധി വികസനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എന്റെ വികസനത്തിന് നിങ്ങൾ വോട്ട് തരണമെന്നാണ്. കെ മുരളീധരൻ പറയുന്നത് ഇത് എന്റെ മണ്ഡലമായിരുന്നു, ഞാൻ കുറച്ചു കാലം ഒന്ന് മാറി നിന്നു, എനിക്കിവിടെ നല്ല വോട്ട് ബേസ് ഉണ്ട്, വെറുതെ വർത്തമാനം പറയല്ല, ഞാൻ പണി എടുക്കുന്ന ആളാണ്. ഞാൻ മേയറായിരുന്ന കാലത്ത് കാണിച്ചു തന്നാണ്, ഞാൻ MLA മാത്രം ഇനി NDAക്ക് പറയുന്നത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് BJPയുടെ വോട്ട് കൃത്യമായിട്ട് വളരുന്ന ഒരു സ്ഥലമാണ് വട്ടിയൂർക്കാവ്. അപ്പൊ അവിടെ ശ്രീലേഖയാണ് എന്നതാണ് ഇവിടെ അസിത നേരത്തെ കാണിച്ച അവരുടെ ആത്മവിശ്വാസത്തിന് വിള്ളലേൽപ്പിക്കുന്ന അഭിപ്രായം കേട്ടാലോ. അല്ല, അസിത അതാ പറഞ്ഞത്. അവിടെ അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിന് സാധ്യത ഇല്ലല്ലോ. ത്രികോണ മത്സരത്തിന് ഇപ്പം അതായത് അവരിപ്പോ നമ്മുടെ ഈ വട്ടിയൂർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ കാണിച്ച ഒരുപക്ഷെ പ്രധാനമന്ത്രിയൊക്കെ വന്നപ്പോൾ അവർ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തായിരുന്നു, പക്ഷെ അവർ കാണിച്ചു. അവരുടെ ഒരു മെച്യൂരിറ്റി കുറവും രാഷ്ട്രീയ പക്വതയില്ലായ്മയാണെന്ന് വേണമെങ്കിൽ പല ആൾക്കാരും പറഞ്ഞിരുന്നു. നമ്മളിനി ഇത് ആവർത്തിക്കുന്നില്ല. എന്നാൽ പോലും അവിടെ യഥാർത്ഥത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് BJP വളരുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. മാത്രമല്ല 2 തെരഞ്ഞെടുപ്പിലെ വ്യത്യാസത്തിൽ വി വി രാജേഷ് നേടിയ ഭൂരിപക്ഷം, മാത്രമല്ല UDF 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. അങ്ങനെ അതും പ്രസക്തമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുമ്പോൾ ഇതൊക്കെ ആളുകൾ മറന്നുപോകും. ശ്രീലേഖ NDA സ്ഥാനാർത്ഥിയാണ് അവിടെ. അപ്പൊ തീർച്ചയായിട്ടും അരയും തലയും മുറക്കിയ ആൾക്കാർ ഇറങ്ങും. അപ്പൊ അത് അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു ത്രികോണ മത്സരം വട്ടിയൂർക്കാവിൽ അരങ്ങേറില്ല എന്ന് അസിത പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്രമാനുഗതമായ വളർച്ച BJPക്ക് വോട്ട് ഷെയറിൽ ഉണ്ടായിട്ടുള്ള മണ്ഡലം തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. പക്ഷേ നമ്മൾ ഈ പറയുമ്പോഴും 2011-ലും 2016-ലും ഒക്കെ BJPയുടെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ളത് അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. BJPയുടെ നമ്മൾ ഈ ഹാർഡ്കോർ BJP എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ RSS എന്നൊക്കെ പറയില്ലേ, ആ നിലയിലുള്ള സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ സ്വാഭാവികമായും BJPക്കാർ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. അത് ശ്രീലേഖയിലേക്ക് ലളിതമാണ്. വട്ടിയൂർക്കാവിൽ RSS ശക്തമാണ് എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവിൽ RSS ശ്രീലേഖയല്ല, ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ആ സംവിധാനം അങ്ങനെ വർക്ക് ചെയ്യും. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ പ്രശ്നം കെ മുരളീധരന് വട്ടിയൂർക്കാവിന്റെ ആഴങ്ങളിൽ വലിയ വേരുകളുണ്ട്. അതിനെ സമാന്തര സംവിധാനമുണ്ട്. ഇനി ഒറ്റ കാര്യം, പിന്നെ അവിടെ ആഷ്മി വേറെ കാര്യം കൂടി, NSSന് നല്ല സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ്. നമ്മൾ ഈ പറഞ്ഞ നിലയിൽ ക്രമാനുഗതമായ വളർച്ച അവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായി അത് BJPക്കാണ്. അപ്പോൾ നമ്മൾ അത് വോട്ട് ഷെയർ കഴിഞ്ഞ വർഷങ്ങളിൽ അതുകൂടി പരിശോധിച്ചാൽ വന്നിട്ട് നമ്മുടെ വാളിൽ അത് വരുന്നു. 2011-ൽ LDF-ന് ലഭിച്ച ആകെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 35.84%. UDF-ലേക്ക് വരുമ്പോൾ അത് 50.19% ആകുന്നുണ്ട്. മണ്ഡലം രൂപീകരിച്ച ശേഷം ആദ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കെ മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു. UDF-ന് അനായാസ വിജയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നിലയിൽ പകുതിയിലധികം വോട്ട് ഷെയർ നേടി 50.19%. അതേസമയം NDA-യിലേക്ക് വരുമ്പോൾ വി വി രാജേഷ് ആയിരുന്നു അല്ലെ, വി വി രാജേഷിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു. 11.98% മാത്രമാണ് 2011-ൽ. അത് നോക്കൂ SK, നമ്മൾ ആ പറഞ്ഞ മാറ്റം പ്രകടമാകുന്നു 2016-ലെ കണക്കിലേക്ക് വരുമ്പോൾ. LDF 35.84 ഉണ്ടായിരുന്നിടത്തു നിന്നും 29.79 കുറയുകയാണ്. UDF ആകട്ടെ 37.81 ആകുന്നു. വീണ്ടും വിജയിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ നിലയിലൊരു മാറ്റം, വലിയ വോട്ട് ഷെയറിൽ കുറവുണ്ടാകുന്നു എന്നുള്ളതാണ്. BJPയുടെ വളർച്ച ഏറ്റവും പ്രധാനമാണ്. ആ കണക്ക് നോക്കൂ, 11.98-ൽ നിന്നും 32.19 NDA അവിടെ മാറുന്നുണ്ട്. കുമ്മനം രാജശേഖരൻ മത്സരം, ഞാൻ അതാണ് പറഞ്ഞത്. ആ രണ്ടിടത്തും സ്ഥാനാർത്ഥികൾ ആരായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് BJP സംബന്ധിച്ചിടത്തോളം. 2019-ലെ ആ ഉപതെരഞ്ഞെടുപ്പ്, അതിന്റെ കണക്ക് തൽക്കാലം ഇവിടെ ഇല്ല. അതിനുശേഷം 2021-ലേക്ക് വരുമ്പോൾ ആ ഒരു ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ 29.79-ൽ നിന്നും 44.40 എന്ന് പറയുന്ന ഒരു കുത്തനെയുള്ള വർധനവ് LDF-ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് 2019-ൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അവിടെയാണ് വി കെ പ്രശാന്ത് വോട്ട് ഉയർത്തുന്നു. 2021-ലേക്ക് എത്തുമ്പോൾ അത് കുത്തനെ എന്ന് തന്നെ പറയാവുന്ന നിലയിൽ. കാരണം
29 നിന്നും 2021 എത്തുമ്പോൾ 44.40 മാറുന്നു എന്നുള്ളതാണ്. UDF വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. 25.76 ഒന്നാം സ്ഥാനത്ത് നിന്നവർ മൂന്നാം സ്ഥാനത്തേക്ക് അവിടെ ഉണ്ടാകും. മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നത് ഒറ്റ കാര്യം കൂടി പറയട്ടെ. അതായത് കെ മുരളീധരൻ വളരെ വലിയ ഏറ്റവും സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്, വളരെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്. പിന്നെ ഒറ്റ കാര്യമുണ്ട്, നേമത്ത് പോയി മത്സരിച്ച് കുമ്മനം രാജശേഖരനെ BJPയുടെ അക്കൗണ്ട് പൊട്ടിച്ച കെ മുരളീധരൻ എവിടെ മത്സരിച്ചാലും ഞങ്ങൾ തോൽപ്പിക്കും എന്ന് പറഞ്ഞ BJP വിജയ സാധ്യതയ്ക്ക് വലിയ ശരിയാണ്. പക്ഷേ കെ മുരളീധരന് വട്ടിയൂർക്കാവിൽ ക്രിസ് ക്രോസ് ആഴത്തിൽ വരും. അപ്പൊ ഞാൻ ട്രിവാൻഡ്രം ഉണ്ടായിരുന്ന വട്ടിയൂർക്കാവ് ഉണ്ടായിരുന്ന ആളാണ്. ഒരു സ്ലിപ്പർ വിട്ട് അതുവഴി ഇതുവഴിയൊക്കെ നടക്കും. ആഴത്തിൽ പേരുണ്ട്, അവിടെ ബന്ധങ്ങളുണ്ട്, ചെറിയ ചെറിയ കൂട്ടായ്മകളായ ബന്ധങ്ങളുണ്ട്. വോട്ട് ഉറപ്പിക്കാനുള്ള കൃത്യമായ സംവിധാനം കെ മുരളീധരനുണ്ട്. കെ മുരളീധരനെ അവിടെ ചെറുതായി കാണാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.